2020 പുറത്തിറങ്ങിയ ഒരു ത്രില്ലർ സിനിമയാണ് എസ്കേപ്പ് ഫ്രം പ്രട്ടോറിയ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് 1973 സൗത്ത് ആഫ്രിക്കയാണ്. ആ സമയത്ത് അവിടെ രൂക്ഷമായ വർണ്ണവിവേചനം നിലനിൽക്കുന്നു. കറുത്ത വർഗ്ഗക്കാരെ പോലീസ് നാട്ടിലിറങ്ങി ക്രൂരമായി മർദ്ദിച്ചിരുന്നു. അങ്ങനെയിരിക്കുന്ന സമയത്ത് വർണ്ണവിവേചനത്തിനെതിരെയുള്ള പോരാട്ടത്തിനായി വെള്ളക്കാരും സിനിമയിലെ നായകന്മാരുമായ തിമോത്തി ജെൻകിനും സ്റ്റീഫൻ ലീയും രംഗത്തിറങ്ങുന്നു. എന്തു വില കൊടുത്തും വർണ്ണവിവേചനം തുടച്ചു നീക്കി സമത്വം നേടിയെടുക്കണമെന്ന വാർത്ത അടങ്ങിയ നോട്ടീസുകൾ അവർ നാട്ടിൽ പ്രചരിപ്പിക്കുന്നു. അങ്ങനെ അവരെ പോലീസ് പിടിക്കുകയും വിചാരണയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്യുന്നു. തിമോത്തിയുടെ ഭാര്യ കറുത്ത വർഗ്ഗക്കാരിയാണ്. അവർ കുറച്ചു പണം തിമോത്തിയുടെ കയ്യിൽ കൊടുക്കുകയും പിടിക്കപ്പെട്ട 12 വർഷം കൂടുതൽ ശിക്ഷ ലഭിക്കുമെന്നും പറയുന്നു. ഒരിക്കലും അവർക്ക് കീഴടങ്ങരുത് എന്നും അവർ പറയുന്നു. തിമോത്തി പണം ഒരു ചെറിയ കുപ്പിയിൽ ഒളിപ്പിക്കുകയും ടോയ്ലറ്റിൽ ചെന്ന് അത് തന്റെ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരെ വിചാരണ നടത്തുകയും വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയതിന്റെ പേരിൽ തിമോത്തിക്ക് 12 വർഷവും സ്റ്റീഫൻ ലീക്ക് 8 വർഷവും ജയിൽ ശിക്ഷ കോടതി വിധിക്കുന്നു. അങ്ങനെ അവരെ അവിടെ നിന്നും പ്രിട്ടോറിയയിലെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. ജയിലിലെത്തിയ അവരെ പരിശോധനയ്ക്ക് ശേഷം തങ്ങളുടെ സെല്ലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലുള്ള വാതിലുകളും അവയുടെ മെക്കാനിസവും വഴിയുമെല്ലാം അവർ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അവരെ അടുത്തടുത്ത സെല്ലിൽ ഇട്ട് പൂട്ടുന്നു. ആ സെല്ലിൽ 2 വാതിലുകളാണുള്ളത്. ശേഷം ജയിൽ ഗാർഡനായ മനീർ 11 മണിക്ക് ലൈറ്റ് അണയ്ക്കുമെന്നും 5 മണിക്ക് ബെല്ലടിക്കുമ്പോൾ എഴുന്നേൽക്കണമെന്നും 7:30 ബ്രേക്ക്ഫാസ്റ്റ് എന്നും അവരോട് പറയുന്നു. അങ്ങനെ ജയിൽവാസത്തിനിടെ അവിടുത്തെ പലരെയും അവർ പരിചയപ്പെടുന്നു. ജയിലിലും കറുത്ത വർഗ്ഗക്കാരെ മർദ്ദിക്കുന്നത് അവർക്ക് കാണാൻ കഴിയുന്നു. ജയിലിൽ വെച്ച് പരിചയപ്പെടുന്ന ഡെന്നിസിനോട് അവർ ജയിൽ ചാടാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം അവർക്ക് ജയിലിന്റെ ഘടന പറഞ്ഞു കൊടുക്കുന്നു. മതിലിന്റെ ഉയരം 20 അടിയാണ്. രാത്രി മുഴുവൻ കത്തിക്കിടക്കുന്ന സെർച്ച് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മതിലിന് മുകളിൽ പാറാവുകാർ ഉണ്ട്. അസ്വാഭാവികത കണ്ടാൽ ഒന്നും നോക്കാതെ വെടിവെച്ചിരിക്കും. അവിടെയുള്ള മതിലിനപ്പുറം പൊതുവഴിയാണ് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം അവരോട് പറയുന്നു. നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒളിപ്പിച്ചിട്ടുണ്ടെന്നും അധികം ഇരുന്നാൽ ആപത്താണെന്നും അത് എത്രയും വേഗം പുറത്തെടുക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം അവരോട് പറയുന്നു. ഇതിനിടെ ലിയാനോഡ് എന്ന വ്യക്തി അവരോട് സംസാരിക്കുകയും എന്ത് പ്ലാൻ ഉണ്ടെങ്കിലും അദ്ദേഹത്തോട് പറയണമെന്നും അദ്ദേഹവും ചാടാൻ തയ്യാറായി നിൽക്കുകയാണെന്നും പറയുന്നു. അങ്ങനെ തിമോത്തി തന്റെ ഉള്ളിൽ ഒളിപ്പിച്ചിരുന്ന പണം പുറത്തെടുക്കുകയും അത് ടൂത്ത്പേസ്റ്റിന്റെ ട്യൂബിൽ ഒളിപ്പിച്ച് സെല്ലിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. 100 കണക്കിന് പദ്ധതികൾ തിമോത്തി ഓരോ ദിവസവും ചിന്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം സെല്ലിന്റെ താക്കോൽ ദ്വാരത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ തുടങ്ങി. അതിന്റെ അളവെടുക്കാനും മോഡൽ വരയ്ക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. പിറ്റേന്ന് കുളിക്കുന്നതിനിടെ തിമോത്തി ലിയാനാർഡോയോട് താക്കോൽ ഉണ്ടാക്കുന്നതിനെ പറ്റി പറയുന്നു. തടി ഉപയോഗിച്ച് ഉണ്ടാക്കാമെന്നും നല്ല തടി ഉപയോഗിച്ചാൽ ഒടിയില്ലെന്നും പറയുന്നു. അങ്ങനെ താക്കോൽ ഘടന മനസ്സിലാക്കാനായി ആഹാരം കഴിക്കാനിരുന്നതിനിടെ അവർ കാരണമുണ്ടാക്കി സെൽ ഗാർഡൻ മനീറിനെ അടുത്തേക്ക് വരുത്തുന്നു. ഈ സമയം കൊണ്ട് തിമോത്തി താക്കോലിന്റെ ഘടന ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ തിമോത്തി ഓരോ ദിവസവും താക്കോൽ ശ്രദ്ധിക്കുകയും അതിന്റെ ഘടന കൃത്യമായി മനസ്സിലാക്കി അത് വരച്ചെടുക്കുകയും ചെയ്യുന്നു. ശേഷം തടിപ്പണി ചെയ്യുന്നിടത്ത് നിന്നും തനിക്ക് ആവശ്യമായ തടിക്കഷ്ണങ്ങൾ ശേഖരിക്കുകയും അവ സെല്ലിൽ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ ദിവസവും തിമോത്തി താക്കോൽ ഉണ്ടാക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒടുവിൽ താൻ ഉണ്ടാക്കിയ താക്കോൽ കൊണ്ട് വാതിൽ തുറക്കാൻ ശ്രമിക്കുകയും ശ്രമം വിജയിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് തിമോത്തി മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ വാതിൽ അകത്തുനിന്ന് തുറക്കാൻ കഴിയില്ല. പിറ്റേന്ന് താൻ വാതിൽ തുറന്ന കാര്യം സുഹൃത്തുക്കളോട് പറയുകയും അവർക്ക് സന്തോഷമാവുകയും ചെയ്യുന്നു. അങ്ങനെ തിമോത്തി രണ്ടാമത്തെ വാതിലിന്റെ താക്കോൽ നിർമ്മിക്കുന്നു. അകത്തുനിന്ന് തുറന്നു നോക്കാൻ കഴിയാത്തതിനാൽ പകൽ സമയത്ത് അവർ ജോലി ചെയ്യുന്നതിനിടെ ഗാർഡുകൾ സെല്ലിനടുത്ത് ഇല്ലാത്ത സമയം തിമോത്തി ശ്രമിച്ചു നോക്കുന്നു. ഈ സമയം ലിയാനാർഡോ മെയിൻ വാതിലിനടുത്ത് നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. തിമോത്തിയുടെ ശ്രമം വിജയിക്കുകയും വാതിലിന്റെ കുറ്റി പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഇത് കണ്ട് എല്ലാവരും വളരെയധികം സന്തോഷിക്കുന്നു. ശേഷം ലോക്ക് അകത്തേക്ക് പഴയപടി കയറ്റാൻ ശ്രമിക്കുമെങ്കിലും തിമോത്തിക്ക് അതിന് കഴിയുന്നില്ല. ഈ സമയം പുറത്തുനിന്ന് ആരോ വരുന്നുണ്ടെന്ന് ലിയാനാർഡോയ്ക്ക് മനസ്സിലാകുന്നു. തിമോത്തി വെപ്രാളത്തിൽ ലോക്ക് തിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ തടി ഒടിയുകയും അതിന്റെ പകുതി ഭാഗം ദ്വാരത്തിന്റെ ഉള്ളിലാവുകയും ചെയ്യുന്നു. ആരോ വരുന്നുണ്ടെന്നും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാനും പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് മാറുന്നു. കൂട്ടുകാരിൽ ഒരാൾ ഒരു സ്ക്രൂ ഡ്രൈവർ തിമോത്തിക്ക് നൽകുകയും അത് വെച്ച് അകത്തിരിക്കുന്ന തടിക്കഷ്ണം പുറത്തെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ സമയം ആരോ വാതിലിനടുത്ത് എത്തുകയും തിമോത്തി വേഗം ഉള്ളിലിരുന്ന വസ്തു ഇളക്കിക്കളഞ്ഞ് അവിടെ നിന്ന് മാറുകയും ചെയ്യുന്നു. എന്നാൽ ലോക്ക് പുറത്തേക്ക് തന്നെ നിൽക്കുകയാണ്. ഒരു ഗാർഡ് സെല്ലിനടുത്ത് വന്ന് നോക്കുകയും ശേഷം അയാളുടെ വഴിക്ക് പോവുകയും ചെയ്യുന്നു. തിമോത്തി ഉടൻ പുറത്തേക്കിരുന്ന കുറ്റി അകത്തേക്ക് കയറ്റാൻ ശ്രമിക്കുമെങ്കിലും നടക്കുന്നില്ല. ശേഷം അവർ സെല്ലിൽ കയറുന്ന സമയത്ത് ജയിൽ ഗാർഡായ മനീർ സെല്ലുകൾ ലോക്ക് ചെയ്യാൻ വരുന്നു. വാതിലുകൾ അടയ്ക്കുന്നതിനിടെ ലോക്ക് പുറത്തേക്ക് നിൽക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. എന്ത് സംഭവിക്കുമെന്നറിയാതെ തിമോത്തി പേടിക്കുന്നു. സംശയത്തോടെ ചുറ്റും നോക്കിയ ശേഷം അത് കാര്യമാക്കാതെ മനീർ സെല്ലുകൾ അടച്ചിട്ട് പോകുന്നു. ശേഷം ഒരു ദിവസം ലിയാനാർഡോയുടെ മകൻ തന്നെ കാണാൻ ജയിലിൽ വരുന്നു. സ്കൂളിൽ വെച്ച് ഒരു കുട്ടി തന്നെ തന്തയില്ലാത്തവനെന്ന് വിളിച്ചതിന്റെ പേരിൽ അവനെ തല്ലിയെന്നും പപ്പയെ ഇനി കാണുമ്പോൾ ഞാൻ താടിയൊക്കെ വന്ന് 23 വയസ്സാകുമെന്നും അമ്മ പറഞ്ഞുവെന്ന് അവൻ പറയുന്നു. അധികകാലം താനിവിടെ നിൽക്കില്ലെന്ന് ലിയാനാർഡോ കുട്ടിക്ക് ഉറപ്പ് നൽകുന്നു. ഇതിനിടയ്ക്ക് മനീർ ലിയാനാർഡോയോട് ദേഷ്യപ്പെടുകയും കുട്ടിയുടെ തലയടിച്ചു പൊളിക്കുമെന്നും പറയുന്നു. അങ്ങനെ മനീറിനോട് ലിയാനാർഡോ കയർത്ത് സംസാരിക്കുകയും കുട്ടിയെ അവിടെ നിന്നും സംസാരിക്കാൻ അനുവദിക്കാതെ പറഞ്ഞു വിടുകയും ചെയ്യുന്നു. ഇതോടെ ലിയാനാർഡോയ്ക്ക് എങ്ങനെയും പുറത്തു കടക്കണമെന്ന വാശി കൂടുകയും പുറത്തെ വാതിൽ തുറക്കുന്നതിനെ പറ്റി വഴികൾ ആലോചിക്കുകയും ചെയ്യുന്നു. അവർ അതിനെപ്പറ്റി സംസാരിക്കുന്നതിനിടെ മനീർ അവിടേക്ക് വരികയും പെട്ടെന്ന് ലിയാനാർഡോ
ലിയാനാഡോ വിഷയം മാറ്റുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ എന്താണ് സംസാരിച്ചു കൊണ്ടിരുന്നതെന്ന് മനീർ ചോദിക്കുകയും അവർ പല ഒഴിവ് കഴിവുകളും പറഞ്ഞ് അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് അയാൾ വിളിച്ചു മാറ്റി നിർത്തി ഓരോരുത്തരോടും ചോദിച്ചാൽ എന്ത് പറയണമെന്നും അവർ പരസ്പരം ആലോചിക്കുന്നു. ഇതിനിടെ ലിയാനാഡോയുടെ കയ്യിലിരിക്കുന്ന ചൂല് ശ്രദ്ധിക്കുകയും അതിൽ വാതിൽ പുറത്തുനിന്ന് തുറക്കാനുള്ള ഒരു വഴി കിട്ടുകയും ചെയ്യുന്നു. അകത്തുനിന്നും ജനലിലൂടെ വാതിലിന്റെ വടി പുറത്തേക്കിട്ടാൽ ലോക്കിന്റെ അടുത്ത് വരെ നീളം കിട്ടുമെന്നും മനസ്സിലാക്കുന്നു. എന്നാൽ താക്കോൽ തിരിക്കാൻ എന്ത് ചെയ്യുമെന്ന് അപ്പോഴും അവർക്ക് അറിയില്ലായിരുന്നു. പിറ്റേന്ന് തടിപ്പുരയിൽ കറങ്ങുന്ന വസ്തു കാണുമ്പോൾ അതിനുള്ള വഴിയും തിമോത്തിക്ക് ലഭിക്കുന്നു. തിമോത്തി അതുപോലെ കറക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു തടിക്കഷണം വടിയുടെ അറ്റത്ത് ഘടിപ്പിക്കുകയും അതിന് താക്കോൽ പിടിപ്പിക്കുകയും ചെയ്യുന്നു. ശേഷം പുറത്തെ ലോക്ക് കൃത്യമായി കാണാനായി കണ്ണാടി തയ്യാറാക്കുകയും അതിനുശേഷം തിമോത്തി ശ്രമിച്ചു നോക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ ശ്രമത്തിൽ പരാജയപ്പെടുമെങ്കിലും രണ്ടാമത്തെ ശ്രമത്തിൽ തിമോത്തി വിജയിക്കുന്നു. എന്നാൽ തിരിച്ച് ഊരാൻ ശ്രമിക്കുന്നതിനിടെ താക്കോൽ വടിയിൽ നിന്നും ഇളകി താഴെ വീഴുന്നു. തിമോത്തി അവിടെയുണ്ടായിരുന്ന ബബിൾക്കം ചവച്ചിട്ട് അത് വടിയുടെ അറ്റത്ത് ഒട്ടിക്കുകയും അത് വെച്ച് താക്കോൽ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തിമോത്തി താക്കോൽ എടുക്കുന്നു. രണ്ട് വാതിലുകളും തുറക്കാൻ കഴിഞ്ഞ കാര്യം തിമോത്തി പിറ്റേന്ന് കൂട്ടുകാരോട് പറയുന്നു. അങ്ങനെ ഓരോ ദിവസവും അടുത്തടുത്ത വാതിലുകൾ തുറക്കാനായി അവർ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ജയിലിൽ പുതുതായി വരുന്നവരുടെ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കാൻ കൊണ്ടുപോകുമ്പോൾ ജോലിക്കാരൻ വഴി അവർ അത് ശേഖരിക്കുകയും തങ്ങളുടെ പക്കൽ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്നു. പുറത്തിറങ്ങുമ്പോൾ ഉപയോഗിക്കാനുള്ള വസ്ത്രമായി അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം തിമോത്തിയും ലിയാനാഡോയും കൂടി തങ്ങൾ അതുവരെ നിർമ്മിച്ച താക്കോലുകളെല്ലാം ചേർത്ത് എല്ലാ വാതിലുകളും തുറന്ന് പരിശോധിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവർ ഓരോ വാതിലുകളും തുറന്ന് താഴേക്ക് ചെല്ലുന്നു. എന്നാൽ താഴെയുള്ള മെയിൻ ഗേറ്റിനടുത്തായി ഒരു കാവൽക്കാരൻ ഇരിപ്പുണ്ട്. അവർ തുറക്കാൻ ശ്രമിക്കുന്ന ശബ്ദം കേട്ട് അയാൾ അവിടേക്ക് വരുന്നു. ഇത് കണ്ട് അവർ സ്റ്റെയറിനടിയിലെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ചെറിയ റൂമിനുള്ളിൽ കയറി ഒളിച്ചിരിക്കുന്നു. എന്നാൽ അതിനുള്ളിൽ ചെറിയ കുറ്റിയായതിനാൽ ആ വാതിൽ അടച്ചുപിടിക്കാൻ അവർക്ക് കഴിയുന്നില്ല. തിമോത്തി അതിനുള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു കൊളുത്ത് ഉപയോഗിച്ച് വാതിൽ അടച്ചുപിടിക്കുകയും സെക്യൂരിറ്റി ഇവരെ കാണാതെ മുകളിലേക്ക് കയറി പോവുകയും ചെയ്യുന്നു. അയാൾ മുകളിലേക്ക് പോയ തക്കം നോക്കി അവർ പുറത്തിറങ്ങുകയും താഴത്തെ മെയിൻ ഗേറ്റ് തുറക്കാൻ നോക്കുകയും ചെയ്യുന്നു. ഈ സമയം മുകളിൽ പോയ ഗാർഡ് ഓരോ സെല്ലിലും എത്തി നോക്കുന്നു. തിമോത്തിയുടെയും ലിയാനാഡോയുടെയും സെല്ലിനുള്ളിൽ അവർ മൂടിപ്പുതച്ച് ഉറങ്ങുന്നതായിട്ടാണ് അയാൾക്ക് കാണാൻ കഴിയുന്നത്. ഈ സമയം സെക്യൂരിറ്റി താഴേക്ക് ഇറങ്ങി വരുന്നു. അയാൾ പൂട്ടിയിട്ട് പോയ താഴത്തെ വാതിൽ അവർ തുറന്നിരുന്നു. തിമോത്തി അത് അടയ്ക്കാൻ ശ്രമിക്കുമെങ്കിലും അയാൾ അടുത്തെത്തിയതിനാൽ അടയ്ക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് വാതിൽ തുറന്നിട്ട് ലിയാനാഡോ തിമോത്തിയെയും കൊണ്ട് സാധനങ്ങൾ വെക്കുന്ന റൂമിനുള്ളിൽ കയറുന്നു. മുകളിൽ പോയ ഗാർഡ് തിരിച്ചിറങ്ങി താഴെ എത്തുമ്പോൾ വാതിലിനടുത്തായി വിയർപ്പ് തുള്ളികൾ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് വ്യക്തമായി മനസ്സിലാവുന്നില്ല. കുറച്ചു സമയം ആലോചിച്ചതിനു ശേഷം അത് കാര്യമാക്കാതെ അയാൾ അവിടെ നിന്നും പോകുന്നു. ഇതിനുശേഷം റൂമിൽ തിരിച്ചു വരുന്ന തിമോത്തി താക്കോലിന്റെ പാർട്ടുകളെല്ലാം ഇളക്കിയെടുത്ത് കപ്പിനുള്ളിൽ സൂക്ഷിക്കുന്നു. പിറ്റേന്ന് രാവിലെ 7 മണിയോടുകൂടി ജയിലിന്റെ മെയിൻ ഓഫീസർ തിമോത്തിയുടെ സെല്ലിലേക്ക് വരുന്നു. തലേന്നത്തെ ക്ഷീണം കാരണം രാവിലെ 5:30 ബെല്ലടിച്ചിട്ടും തിമോത്തിക്ക് ഉണരാൻ കഴിഞ്ഞിരുന്നില്ല. അയാൾ തിമോത്തിയെ ചവിട്ടി എഴുന്നേൽപ്പിക്കുകയും ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നും ചോദിക്കുന്നു. ഇല്ല എന്ന് തിമോത്തി പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ട് ബെല്ലടിച്ചിട്ടും നീ എഴുന്നേറ്റില്ല എന്ന് അവനോട് ചോദിക്കുന്നു. ഇന്നത്തെ ദിവസം ആഹാരത്തിന്റെ ബെല്ല് കേട്ടാലും നീ കഴിക്കാൻ പോകരുത് എന്ന് അയാൾ തിമോത്തിയോട് പറയുന്നു. നീ ഇതുവരെയും ഉണരാത്തതിന് കാരണം തലേന്ന് രാത്രി നീ ഉറങ്ങാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നീ ഉറങ്ങാതിരുന്നത് എന്ന് അയാൾ അവനോട് ചോദിക്കുന്നു. എന്നാൽ അയാൾ ചോദിക്കുന്നതിനെല്ലാം എന്നോട് ക്ഷമിക്കണമെന്ന് മാത്രമാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അയാളെ വളരെയധികം ദേഷ്യം പിടിപ്പിക്കുന്നു. അയാൾ അവനോട് ഒരുപാട് ദേഷ്യപ്പെടുകയും അവനോട് വെളിയിലിറങ്ങാൻ പറയുകയും ചെയ്യുന്നു. വെളിയിലിറങ്ങുന്ന തിമോത്തി കാണുന്നത് തൊട്ടടുത്തുള്ള ജയിൽവാസികളുടെ എല്ലാം ജയിൽ ഗാർഡുകൾ പരിശോധിക്കുന്നതായിട്ടാണ്. തിമോത്തിയുടെ ജയിലും അവർ പരിശോധിക്കുന്നു. ഇതിനിടെ കറുത്ത വർഗ്ഗക്കാരെ കുറിച്ചുള്ള ഒരു പുസ്തകം അയാൾ കാണുകയും പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു. അയാൾ തിമോത്തിയെ അകത്തേക്ക് വിളിക്കുകയും ഇനി മേലാൽ ആ സാധനം ഇവിടെ കണ്ടുപോകരുത് എന്നും പറയുന്നു. കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി നിന്നതിന്റെ പേരിൽ ഓഫീസറിന് തിമോത്തിയോട് വല്ലാത്ത ദേഷ്യമാണ്. വീണ്ടും അയാൾ റൂം ചെക്ക് ചെയ്യുന്നതിനിടെ തിമോത്തി താക്കോൽ കഷണങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന പാത്രം തറയിൽ വീഴുന്നു. ഇത് കണ്ട് അയാൾ കുനിയുകയും അതിനടുത്ത് കിടന്നിരുന്ന ഒരു ഫോട്ടോ എടുത്ത് നോക്കുകയും ചെയ്യുന്നു. അയാൾ പിന്നെയും പരിശോധിക്കുകയും താക്കോലിന്റെ ഒരു കഷണം അയാളുടെ കണ്ണിൽ പെടുകയും ചെയ്യുന്നു. ഇത് കണ്ട് അയാൾ സംശയത്തോടെ അവനെ നോക്കുകയും ഇത് എന്താണ് എന്ന് അവനോട് ചോദിക്കുകയും ചെയ്യുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നതിനിടെ തിമോത്തിക്ക് അപ്പോൾ കിട്ടിയ ബുദ്ധി ഉപയോഗിച്ച് ഇത് ഫോട്ടോ വെക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതൊരു മണ്ടൻ ഐഡിയയായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ബാക്കി കൂടി പരിശോധിക്കുന്നു. ഇതിനിടെ ചൂലിന്റെ വടി അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അതിന്റെ അറ്റത്ത് ദ്വാരമിട്ടിരിക്കുന്നതും അതിലൂടെ കയർ കടത്തിവിട്ടിരിക്കുന്നതും അയാൾ കാണുന്നു. ഇത് കണ്ടിട്ട് ഇയാൾക്ക് എന്തോ ഉടായിപ്പുണ്ട് എന്ന് മനസ്സിലാകുന്നു. നീയൊക്കെ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്, അത് ഞാൻ കണ്ടെത്തിയിരിക്കുമെന്നും അയാൾ പറയുന്നു. ശേഷം അവിടെ നിന്നും അയാൾ ഇറങ്ങിപ്പോകുന്നു. ഓരോ വാതിലിനു വേണ്ടിയും അവർ നിർമ്മിക്കുന്ന താക്കോലുകൾ സോപ്പുപൊടി ബക്കറ്റിന്റെ ഉള്ളിലും ഷെൽഫിന്റെ അടിയിലുമെല്ലാം അവർ ഒളിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ വഴികൾ ഉപയോഗിച്ച് അവർ ഓരോരോ താക്കോലുകൾ നിർമ്മിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം തിമോത്തിക്ക് പല്ലിന് അസുഖം പിടിപെട്ട് അത് പറിക്കാനായി ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നു. പോകുന്ന വഴിയിൽ താക്കോലില്ലാത്ത അവസാനത്തെ വാതിൽ എങ്ങനെയാണ് തുറക്കുന്നതെന്ന് തിമോത്തി ശ്രദ്ധിച്ചു. അവിടെ എത്തിയപ്പോൾ മനീർ പിറകുവശത്തുള്ള വാതിലിൽ മുട്ടുകയും ഉള്ളിലിരിക്കുന്ന സെക്യൂരിറ്റിയോട് ഇലക്ട്രിക് ഡോറിന്റെ സ്വിച്ച് അമർത്താൻ പറയുകയും ചെയ്യുന്നത് തിമോത്തി ശ്രദ്ധിച്ചു. അതിനുള്ളിലെ ബട്ടൺ അമർത്തിയാൽ ഈ ഡോർ തുറക്കാമെന്ന് തിമോത്തിക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ആ ജയിലിലെ എല്ലാ വാതിലുകളും തുറക്കേണ്ട വിധം അവർക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ഏതാനും മാസങ്ങൾ കൊണ്ട് ജയിലിന് ചുറ്റുമുള്ള 15 വ്യത്യസ്ത വാതിലുകൾക്കായി 39ഓളം താക്കോലുകൾ അവർ നിർമ്മിച്ചു. പിടിക്കപ്പെടാതെ 404 ദിവസങ്ങൾ കൊണ്ട് അവർ നടത്തിയ എല്ലാ പരിപാടികളും പ്ലാനുകളും ജയിലിലുള്ളവരോട് അവർ പറയുന്നു. ഇന്ന് നമ്മൾ ചാടാൻ തീരുമാനിക്കുകയാണെന്നും നമ്മുടെ കൂടെ ആരൊക്കെ വരുന്നുണ്ട് എന്നും ആ ജയിലിലുള്ളവരോട് അവർ ചോദിക്കുന്നു. എന്നാൽ ഇവിടെ നിന്നും ചാടുന്നത് എളുപ്പമല്ലെന്നും പിടിക്കപ്പെട്ടാൽ 12
ഏതാണ്ട് വർഷം കൂടുതൽ കിട്ടുമെന്നും പറഞ്ഞ് അവരെല്ലാം അതിൽ നിന്നും പിന്മാറുന്നു. തങ്ങളോടൊപ്പം വരാൻ പറഞ്ഞുകൊണ്ട് ജയിലിലുള്ളവരെ ഒരുപാട് നേരം തിമോത്തിയും കൂട്ടരും ക്ഷണിക്കുന്നു. എന്നാൽ അവർ അതിന് വിസമ്മതിക്കുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന തിമോത്തിയും കൂട്ടരും അവർക്ക് ക്രിസ്മസ് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോകുന്നു. അങ്ങനെ അന്നത്തെ ദിവസം അവർ ജയിൽ ചാട്ടം ആരംഭിക്കുന്നു. അങ്ങനെ അവർ ജയിലിലെ യൂണിഫോം എല്ലാം ഉപേക്ഷിച്ച് മുമ്പ് മോഷ്ടിച്ച് കരുതി വെച്ച വസ്ത്രങ്ങൾ ധരിക്കുകയും അതുമായി വാതിലുകൾ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ താഴേക്ക് ഇറങ്ങുന്ന അവർ മുൻപ് ചെയ്തതുപോലെ തന്നെ മെയിൻ ഗാർഡ് മുകളിലേക്ക് പോകുന്നതുവരെ ഒളിച്ചിരിക്കാനായി സ്റ്റെയറിനടിയിലെ റൂമിനുള്ളിലേക്ക് കയറുന്നു. എന്നാൽ മുമ്പ് അവർ ഉപയോഗിച്ച പേപ്പർ ക്ലിപ്പ് കിട്ടാത്തതിനാൽ ആ ചെറിയ കുറ്റിയിൽ ബുദ്ധിമുട്ടി കൈകൊണ്ട് വലിച്ചു പിടിക്കുന്നു. മുകളിലേക്ക് കയറിപ്പോകാനായി നടന്നു വരുന്ന സെക്യൂരിറ്റി അവരുടെ വാതിലിന് മുന്നിലെത്തുമ്പോൾ കുറച്ചുനേരം നോക്കി നിൽക്കുന്നു. ഈ സമയം തന്റെ കൂട്ടുകാരെ സഹായിക്കാനായി മുകളിലെ ജയിലിൽ കിടക്കുന്ന ഡെന്നിസ് അവിടുത്തെ ലൈറ്റ് പൊട്ടിക്കുകയും സെക്യൂരിറ്റിയോട് ഓടി വരാൻ പറഞ്ഞ് നിലവിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അയാൾ മുകളിലേക്ക് പോകുന്ന സമയം കൊണ്ട് തിമോത്തിയും കൂട്ടരും അവിടെ നിന്നും പുറത്തിറങ്ങുകയും അടുത്ത വാതിലുകൾ ഓരോന്നായി തുറക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ഇലക്ട്രിക് ഡോറിനടുത്തെത്തുമ്പോൾ പിന്നിലെ വാതിൽ തുറന്ന് സ്വിച്ച് അമർത്തുകയും ഇലക്ട്രിക് ഡോർ തുറക്കുകയും ചെയ്യുന്നു. മുകളിലെ നിലവിളി കേട്ട് അങ്ങോട്ടേക്ക് പോയതിനാൽ ആ സ്വിച്ചിനടുത്ത് സെക്യൂരിറ്റി ആരും തന്നെ ഇല്ല. അങ്ങനെ അവർ അടുത്ത മെയിൻ വാതിലിനടുത്തെത്തുമ്പോൾ അത് തുറക്കാൻ കഴിയാതെ വരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുമെങ്കിലും ഒടുവിൽ അവർ അത് തുറക്കുന്നു. പിന്നീടുള്ളത് ഏറ്റവും അവസാനത്തെ വാതിലാണ്. അതിലൂടെ നോക്കുമ്പോൾ അവർക്ക് പുറത്തെ ഗേറ്റ് കാണാൻ കഴിയുന്നുണ്ട്. ആ ഗേറ്റ് തുറന്നിട്ടിരിക്കുകയാണ്. അതിലൂടെ പുറം ലോകത്തേക്ക് നോക്കി അവർ വളരെയധികം സന്തോഷിക്കുന്നു. അങ്ങനെ അവർ അവസാനത്തെ ആ വാതിലും തുറക്കാൻ ശ്രമിക്കുന്നു. അവിടെ അവർ ഓരോ താക്കോലുകളും മാറി മാറി ശ്രമിക്കുന്നു. എന്നാൽ അവരുടെ കയ്യിലിരിക്കുന്ന മുഴുവൻ താക്കോലുകൾ വെച്ച് ശ്രമിച്ചിട്ടും അവർക്ക് ആ വാതിൽ തുറക്കാൻ കഴിയുന്നില്ല. അവിടെ അവർ വളരെയേറെ നിരാശരാകുന്നു. നമുക്ക് തിരിച്ചു പോകാമെന്ന് തിമോത്തി പറയുമെങ്കിലും കൂടെയുള്ളവർ അതിനെ എതിർക്കുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എങ്ങനെയും ഇത് നേടിയേ പറ്റൂ എന്ന് അവർ തീരുമാനിക്കുന്നു. ലിയാനാർഡോ വാതിലിന്റെ പൂട്ട് കയറിയിരിക്കുന്ന കട്ടളയിൽ തട്ടുമ്പോൾ അതിന് ബലം കുറവാണെന്ന് മനസ്സിലാകുന്നു. അയാൾ തങ്ങളുടെ കയ്യിലിരിക്കുന്ന ഉളി കൊണ്ട് കട്ടളയിൽ ആഞ്ഞ് അടിച്ച് അത് ഇളക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇത് വലിയ ശബ്ദമുണ്ടാകുന്നുണ്ടെന്നും ഇപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുമെന്നും പറഞ്ഞുകൊണ്ട് തിമോത്തി അതിനെ തടയാൻ ശ്രമിക്കുന്നു. എന്നാൽ ഒരല്പം ശ്രമിക്കുമ്പോൾ തന്നെ കട്ടളയുടെ കുറച്ച് ഭാഗം ഇളകി വരുന്നുണ്ട്. കുറച്ചുകൂടി ശ്രമിച്ചാൽ കട്ടളയിൽ നിന്നും പൂട്ട് പൂർണ്ണമായും ഇളകി വരുമെന്നും ബാക്കി കൂടി നമുക്ക് ശ്രമിച്ചു നോക്കാമെന്നും അവർ തീരുമാനിക്കുന്നു. അങ്ങനെ കട്ടളയിൽ തന്റെ ശക്തിയെല്ലാം എടുത്ത് ആഞ്ഞിടിക്കുകയും അവർ ആ ഡോർ വലിച്ചു തുറക്കുകയും ചെയ്യുന്നു. ശേഷം അവർക്ക് പുറത്തിറങ്ങാനുള്ള വസ്ത്രങ്ങളെല്ലാം അവർ പൂർണ്ണമായി ധരിക്കുന്നു. അങ്ങനെ അവർ പുറത്തിറങ്ങുകയും മതിലിനടുത്ത് ഒളിച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഈ സമയം ലിയാനാർഡോ ഗേറ്റ് വഴി ഓടാൻ ശ്രമിക്കുമെങ്കിലും തിമോത്തി അവനെ തടയുന്നു. എന്നിട്ട് തിമോത്തി കണ്ണാടി വെച്ച് മുകളിൽ നിൽക്കുന്ന ഗാർഡിനെ കാണിക്കുന്നു. ഇവർ പുറത്തിറങ്ങുന്നത് അയാളുടെ കണ്ണിൽപ്പെട്ടാൽ അപ്പോൾ തന്നെ വെടിവെച്ചിടും. അങ്ങനെ അവർ കണ്ണാടി ഉപയോഗിച്ച് അയാൾ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുകയും അയാളുടെ ശ്രദ്ധ അവിടെ നിന്നും തിരിയുമ്പോൾ അവർ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ശേഷം അവർ ആർക്കും സംശയം തോന്നാത്ത തരത്തിൽ തെരുവിൽ കൂടി നടന്നു പോകുന്നു. ജയിൽ പരിസരത്ത് നിന്നും മാറിയതിനു ശേഷം അവർ ടാക്സി സ്റ്റാൻഡിലേക്ക് ഓടുകയും അവിടെ ഒരു കറുത്ത വർഗ്ഗക്കാരന്റെ ടാക്സി പിടിക്കുകയും ചെയ്യുന്നു. വെള്ളക്കാർക്കുള്ള വണ്ടി അപ്പുറത്താണെന്ന് അയാൾ പറയുമെങ്കിലും നമുക്ക് ഈ വണ്ടി മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിനുള്ളിൽ കയറുന്നു. അങ്ങനെ അവർ ആ നാട്ടിൽ നിന്നും യാത്രയാകുന്നു. ഈ സമയം മനീർ ജയിലിൽ ആളുകളെ എഴുന്നേൽപ്പിക്കാനായി വരുന്നു. ഓരോ സെല്ലും തുറന്ന് ഓരോരുത്തരെയും എഴുന്നേൽപ്പിക്കുമെങ്കിലും തിമോത്തിയുടെ ജയിലിൽ നിന്നും അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. ഇത് കണ്ട് ദേഷ്യത്തോടെ മനീർ തിമോത്തിയുടെ ജയിലിലേക്ക് പോവുകയും എഴുന്നേൽക്കാൻ പറയുകയും ചെയ്യുന്നു. എന്നാൽ എന്നിട്ടും കേൾക്കാത്തത് മൂലം അയാൾ അവനെ അടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാകുന്നത് അവിടെ ആരും ഇല്ല എന്നുള്ള കാര്യം. ഇത് കണ്ട് അടുത്ത സെല്ലുകളിൽ പോയി നോക്കുമ്പോൾ ലീയും ലിയാനാർഡോയും അവിടെ ഇല്ലെന്ന് മനസ്സിലാകുന്നു. ഇത് കണ്ട് അമ്പരന്ന് പോയ മനീർ സൈറൻ മുഴക്കാൻ പറഞ്ഞുകൊണ്ട് താഴേക്ക് ഓടുന്നു. ഈ സമയം ആ ജയിലിൽ നിൽക്കുന്ന മറ്റുള്ളവരെല്ലാം നിന്ന് ചിരിക്കുന്നു. ഈ സമയം തിമോത്തിയും ലീയും ലിയാനാർഡോയും സ്വാതന്ത്ര്യം കിട്ടിയ സന്തോഷത്താൽ ആഹ്ലാദിച്ചുകൊണ്ട് ആ നാട്ടിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. താൻ ഇത്രയും നാളും കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് വിജയിച്ച കാര്യമോർത്ത് തിമോത്തിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയും മൊസാംബിക്കു വഴി ടാൻസാനിയയിലേക്കും അവിടെ നിന്ന് ലണ്ടനിലേക്കും പോവുകയും ചെയ്തു. അവിടെ അവർ NCയിൽ ചേരുകയും വർണ്ണവിവേചനത്തിനെതിരെ പോരാടുകയും ചെയ്തു. 1991 കുറ്റവിമുക്തരാക്കുന്നതുവരെ അവർ അഭയാർത്ഥികളായി കഴിഞ്ഞു. ഡെന്നിസ് 22 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം 1985 പുറത്തിറങ്ങി. 1994 NC നേതാവായ നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റായി. ഇത്രയും പറഞ്ഞുകൊണ്ട് സിനിമ